തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതിക്കെതിരെ യു.ഡി.എഫ്. ഉയർത്തിയ അവിശ്വാസ പ്രമേയത്തിന്റെ സാധ്യത മങ്ങി. രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ CPM പിന്മാറിയതോടെയാണ് ഇത്. CPMന് ബി.ജെ.പിയുമായി രഹസ്യധാരണയാണെന്ന് കൗൺസിൽ പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ പറഞ്ഞു. അതേസമയം യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ VV രാജേഷ് അറിയിച്ചു. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയാണ് BJPക്കെതിരെ UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത്. LDF പിന്തുണയോടെ തിങ്കളാഴ്ച അവിശ്വാസം കൊണ്ടുവരാനായിരുന്നു ശ്രമമെങ്കിലും CPM തയ്യാറാകാഞ്ഞതോടെ നീക്കം പാളി. UDF ഏകപക്ഷീയമായി തീരുമാനമെടുത്തതായാണ് CPMന്റെ ആരോപണം. അവിശ്വാസം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലുമാണ് CPM. നിലവിലെ അംഗസംഖ്യയിൽ 1/3 പിന്തുണച്ചാൽ മാത്രമേ അവിശ്വാസ പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാൻ കഴിയൂ. 101 അംഗ കോർപ്പറേഷനിൽ 34 അംഗങ്ങളുടെ ഒപ്പാണ് അവിശ്വാസ പ്രമേയ നോട്ടീസിന് വേണ്ടത്. CPM സഹകരിക്കാഞ്ഞത് BJPയുമായുള്ള രഹസ്യധാരണ മൂലമാണെന്നും BJPയെ തുറന്നു കാണിക്കാൻ CPMന് താൽപ്പര്യമില്ലെന്ന് കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് ശബരിനാഥ് പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഗുണ്ടായിസം കാണിക്കാൻ മാത്രമാണ് CPMന് താൽപ്പര്യമെന്നും ശബരിനാഥ് ആരോപിച്ചു. അപ്പോൾ UDF ഈ ഭരണഘടനാ സംവിധാനങ്ങളിൽ, ഭരണഘടനയിൽ, അതോടൊപ്പം മുനിസിപ്പാലിറ്റി ആക്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇറ്റ്സ് ഓൺ റെക്കോർഡ്. അതിന് പകരം കോർപ്പറേഷന്റെ ഓഫീസിന്റെ വെളി സമരം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിയുള്ള ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യം നമുക്കില്ല. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഓപ്പോസിഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ ചർച്ചകൾ സഭയുടെ കൗൺസിലിന്റെ നടുത്തളത്തിൽ ഉണ്ടാകണം. അതിനാണ് UDF ഒന്നുചേരാൻ ചോദിക്കുന്നത്. അതിന് ഒന്നുചേരുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആ ചർച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വോട്ട് ചെയ്തോളൂ, ഇറങ്ങിപ്പോയിക്കോളൂ. നമ്മളാരും അവരോട് ഒന്ന് മറിച്ചിട്ട് ഭരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ചർച്ച നടത്തൂ. ചർച്ച കഴിഞ്ഞ് വോട്ടിംഗ് വരുമ്പോൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ. ഒന്നിച്ചുള്ള അവിശ്വാസ പ്രമേയ നീക്കം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്നാണ് CPMന്റെ വിലയിരുത്തൽ. അതേസമയം അവിശ്വാസത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. എത്ര അവിശ്വാസം വന്നാലും കോർപ്പറേഷന്റെ പ്രോപ്പർട്ടിയിൽ നിന്നും ഫണ്ട് ഈടാക്കാനുള്ള അല്ലെങ്കിൽ ഫണ്ട് സമ്പാദിക്കാനുള്ള പരിപാടി ഇനി നടക്കില്ല. തിരുവനന്തപുരം ജനങ്ങൾ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കോൺഗ്രസും UDFും എന്തിനാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യമാണ് മനസ്സിലാകാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.